ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അന്യായങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുമെന്ന് RSS. ബാംഗ്ലൂർ ചേർന്ന RSS അഖില ഭാരതീയ പ്രതിനിധിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെ ബംഗ്ലാദേശിൽ ആസൂത്രിതമായ ആക്രമണങ്ങളും അന്യായവും അടിച്ചമർത്തലും നടക്കുകയാണെന്ന് RSS പറഞ്ഞു. റാഡിക്കൽ ഇസ്ലാമിക സംഘടനകളാണ് ഇതിന് പിന്നിൽ. ഇത് നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് RSS ചൂണ്ടിക്കാട്ടി. ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശിൽ നടന്ന ഭരണമാറ്റത്തോടെ നിരവധി ക്ഷേത്രങ്ങൾക്കും ഹിന്ദു മഠങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ നടന്നു. ദുർഗാപൂജ പന്തലുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നേരെയും ആക്രമണം നടന്നു. വിഗ്രഹങ്ങൾ കേടുവരുത്തി, നിരവധി പേരെ കൊലപ്പെടുത്തി, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി, വസ്തുവകകൾ കൊള്ളയടിച്ചു. ഇത് മതപരമല്ലെന്ന് വാദിക്കാനായി രാഷ്ട്രീയ ആക്രമണങ്ങളാണെന്ന് ചിത്രീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ അക്രമങ്ങൾക്കിരയായവർ എല്ലാം ഹിന്ദുക്കളും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമാണ്. ഹിന്ദുക്കൾക്ക് നേരെ, പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന വർഗീയവാദികളുടെയും മതമൗലികവാദികളുടെയും അക്രമം ബംഗ്ലാദേശിൽ ആദ്യത്തേതല്ല. 1951 22% ഹിന്ദുക്കൾ. അവരുടെ ജനസംഖ്യാനുപാതം ഇപ്പോൾ 7.95% ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആക്രമണങ്ങൾക്കും വിദ്വേഷത്തിനും ഭരണാധികാരികളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയാണ് ഇതിന് പിന്നിൽ. ഇതോടൊപ്പം നടക്കുന്ന ഇന്ത്യാവിരുദ്ധ പ്രചരണവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കാനേ ഉപകരിക്കൂ എന്ന് RSS ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ചില രാജ്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കാനും ഒന്നിനെ മറ്റൊന്നിനെതിരെ തിരിച്ചുവിടാനും ബോധപൂർവമായ ശ്രമം നടക്കുന്നു. ഇന്ത്യാവിരുദ്ധ അന്തരീക്ഷമുണ്ടാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ജാഗരൂകരാകാൻ അന്താരാഷ്ട്ര മേഖലയിലെ വിദഗ്ധരോട് RSS അഭ്യർത്ഥിച്ചു. അതേസമയം ബംഗ്ലാദേശിലെ ഹിന്ദു ജനത ധൈര്യത്തോടെ ഈ ആക്രമണങ്ങളെ നേരിട്ടു. ജനാധിപത്യപരവും സമാധാനപരവുമായ മാർഗങ്ങളിലൂടെ അവർ അതിക്രമത്തെ തുറന്നു കാണിച്ചു. ആഗോളതലത്തിലും ഭാരതത്തിലെ ഹിന്ദു ജനതയും മാനസികവും ധാർമ്മികവുമായ പിന്തുണ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നൽകി. അന്താരാഷ്ട്ര സമൂഹത്തിലെ വിവിധ നേതാക്കളും ഈ പ്രശ്നം ഉയർത്തിക്കാണിച്ചു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കാര്യമായ പ്രയത്നം നടത്തി. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ നിലപാടെടുത്തു. ഇക്കാര്യം അവിടുത്തെ താൽക്കാലിക സർക്കാരിനെയും ആഗോള സമൂഹത്തെയും അറിയിച്ചു. ബംഗ്ലാദേശുമായി അർത്ഥപൂർണമായ ചർച്ച തുടരാനും അവിടുത്തെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായി നടപടികൾ സ്വീകരിക്കാനും കേന്ദ്ര സർക്കാരിനോട് RSS അഭ്യർത്ഥിച്ചു. വിവിധ രാജ്യങ്ങളിലെ ഹിന്ദുക്കളോടും ഹിന്ദു സംഘടനകളോടും ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ സംരക്ഷണത്തിനായി ശബ്ദമുയർത്താനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും RSS ആവശ്യപ്പെട്ടു.